KSRTC ബസ് തടഞ്ഞു നിർത്തി മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന. KSRTC ബസ്സിൽ ഫ്രണ്ടിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട മന്ത്രി ബസിന്റെ പിന്നാലെ എത്തി തടഞ്ഞു നിർത്തുകയായിരുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിന് മന്ത്രി ജീവനക്കാരെ പരസ്യമായി തന്നെ ശകാരിച്ചു. തുടർന്നുള്ള ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിനോട്, അതായത് ഈ വാഹനത്തിനുള്ളിൽ എങ്ങനെയാണ് സാഹചര്യം ഉണ്ടായിരുന്നതെന്ന ദൃശ്യങ്ങൾ കൂടി അദ്ദേഹം പങ്കുവച്ചു. കൊല്ലം ആയൂരിൽ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു പൊൻകുന്നം ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്. ബസ്സിൽ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പത്തനാപുരത്തേക്ക് വരികയായിരുന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ട മന്ത്രി KSRTC ബസ്സിനെ പിന്തുടരാൻ തന്റെ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ആയൂർ ജംഗ്ഷന് സമീപം വെച്ച് ഈ KSRTC ബസ് തടഞ്ഞു നിർത്തി. മന്ത്രി പെട്ടെന്ന് ബസ് തടയുന്നത് കണ്ട് ജീവനക്കാർ ഞെട്ടി. ഉടൻ തന്നെ മന്ത്രി ഇറങ്ങുകയും ജീവനക്കാരോട് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്തുകൊണ്ടാണ് ഒഴിവാക്കാത്തെന്നുള്ള വിശദീകരണം ചോദിക്കുകയും ചെയ്തു. വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുകൂടെ? ഈ പ്ലാസ്റ്റിക് കുപ്പിയിടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്ത ശേഷം യാത്ര തുടർന്നാൽ മതിയെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC MDയുടെ നോട്ടീസ് ഉണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല. ബസ്സിലെ മാലിന്യ നിക്ഷേപങ്ങൾ ഒഴിവാക്കണമെന്ന KSRTC MDയുടെ നിർദ്ദേശമുണ്ട്. അത് ജീവനക്കാർ പാലിക്കാത്തതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. വാഹനം വൃത്തിയായി സൂക്ഷിക്കാത്ത ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് മന്ത്രി ആയൂരിൽ നിന്ന് മടങ്ങിയത്. ഇന്നലെ ഇട്ട കുപ്പി, കാലിക്കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? രാവിലെ വണ്ടി എടുക്കുന്നത് ചുമ്മാ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു പോയി. ഈ ബസ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വിശദമായി പരിശോധിക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ബസ് വീണ്ടും പരിശോധിച്ചു. ആ ബസ്സിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ലഭിക്കുകയുണ്ടായി. മാത്രമല്ല 2 കമ്പികളിൽ കയർ കൂട്ടിക്കെട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു. അതിൽ വസ്ത്രങ്ങൾ ഉണക്കാനിട്ട സ്ഥിതിയിലുമായിരുന്നു. ദീർഘദൂര യാത്രക്കാർ സഞ്ചരിക്കുന്ന ബസ്സാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് ലജ്ജാകരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.